തുടരുന്നു. റോഡരികിലെ വള്ളിപ്പടർപ്പുകൾ അശ്രദ്ധമായി തീയിടുന്നത് വലിയ ദുരന്തത്തിന് കാരണമാകുമെന്ന ഭീതി ഉയർന്നു. PWD റോഡരികിൽ നട്ടുനനച്ചു വളർത്തുന്നതിനായി വെച്ചുപിടിപ്പിച്ച തണൽ വൃക്ഷങ്ങൾ പോലും അനധികൃതമായുള്ള തീയിടലിൽ കരിഞ്ഞ് ഉണങ്ങുകയാണ്. ഇതിനു പുറമെ ഓരോ വീട്ടുകാരും അവരവരുടെ മതിൽക്കെട്ടിനു പുറത്തുള്ള വള്ളിപ്പടർപ്പുകൾ തീയിട്ട് നശിപ്പിക്കുമ്പോൾ കാറ്റിൽ പറന്ന ഒരു തീപ്പൊരി വീണാൽ സമീപത്ത് ഉണങ്ങി നിൽക്കുന്ന കാടുകളോ ഏറെ ദൂരെയല്ലാതെ നിൽക്കുന്ന ഓലക്കുടിലുകൾ പോലുമോ കത്തി നശിച്ചേക്കാം. കത്തിക്കുന്നവർക്ക് ഇത്തരം ഭീതി തോന്നുന്നില്ലെങ്കിലും കാഴ്ചക്കാരും സമീപവാസികളും ആശങ്കയിൽ തന്നെയാണ്. KPVMS ആലപ്പാട് യൂണിറ്റിന്റെ കുടുംബ സമ്മേളനം ആലപ്പാട് ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. ആലപ്പാട് യൂണിറ്റ് പ്രസിഡന്റ് രാമചന്ദ്രൻ അധ്യക്ഷനായി. യൂണിയൻ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി അനീഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഗീത സുരേഷ്, അനീഷ്, ഹരീഷ് മണി, സുരേഷ്, സഞ്ജയ് തുടങ്ങിയവർ സംസാരിച്ചു. ജൂനിയറുള്ള ആൾക്കാർ ടെസ്റ്റ് പാസ്സായത് അത് നമുക്കൊരു എക്സെപ്ഷൻ ഉണ്ട്. SCകാർക്ക് ടെസ്റ്റ് പാസ്സാവേണ്ട ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ആരും ടെസ്റ്റ് എഴുതാൻ പോയിരുന്നില്ല. ഓട്ടോമാറ്റിക് പ്രൊമോഷൻ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. അങ്ങനെയുള്ള പ്രതീക്ഷയിൽ അവരാരും ടെസ്റ്റ് എഴുതിയില്ല. എന്നാൽ ടെസ്റ്റ് എഴുതി പാസ്സായ ഇവരുടെ ജൂനിയർ ആയ ആൾക്കാരെ ഇവിടെ അന്നത്തെ കളക്ടറേറ്റിൽ നടന്ന സിസ്റ്റർ വാര്യർ സമുദായത്തിൽപ്പെട്ടതും ഉയർന്ന ജാതിയിൽപ്പെട്ട ആളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനോട് അവർ തിരുവനന്തപുരത്ത് അവര് റിപ്പോർട്ട് വന്നു. ഇവിടെ പ്രൊമോഷൻ കഴിമ്പ്രം സഹയാത്രി കലാ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ കുടുംബ സാഹചര്യങ്ങൾക്കുള്ള പങ്ക് എന്ന വിഷയത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ശാസ്ത്രീയ പരിശീലനം നടത്തി. കഴിമ്പ്രം VPM SNDP ഹൈസ്കൂൾ പ്രിൻസിപ്പൽ രാജേന്ദ്രൻ മാസ്റ്റർ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ലോകത്ത് നടക്കുന്ന 3 കാര്യങ്ങളാണ്: ഹൈ പ്രൊഫഷണലിസം, ഹൈ സ്പീഡ് ആൻഡ് ഹൈ ക്വാളിറ്റി. നാം പക്ക പ്രൊഫഷണൽ ആകണം. ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് വീടുകളിലെ കാഴ്ചപ്പാടുകളിൽ പോലും ഒരു പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് ആയി വരണം, മാറണം കാര്യങ്ങൾ. എന്തുകൊണ്ട് പുതിയ തലമുറയെ നമുക്ക് പേടിയാവുന്നു? പുതിയ തലമുറയുടെ വളർച്ച കഴിഞ്ഞ 10 വർഷത്തേക്കാൾ 56% പഠിക്കണം. ആ പഠനം പറയാനാണ് സാറ് വന്നത്. ആവശ്യകത വളരെ വ്യത്യസ്തമാണ്. ഇന്ന് ഈ കാലഘട്ടത്തെ പറയുന്ന പേരാണ് ഗാമ ഏജ് എന്നാണ് പറയുന്നത്. ഗാമ ഏജ്. ഗാമ ഏജ് എന്ന് വെച്ചാൽ സ്വയം ആരുടെയും സഹായമില്ലാതെ വളരേണ്ട ഒരു സമയമാണ് ഗാമ ഏജ്. പ്രീ മോഡേൺ അഡ്വക്കേറ്റ് KJ കുഞ്ഞിപ്പാലു ക്ലാസ് നയിച്ചു. റോയ് ചാക്കോ, പ്രേംകുമാർ തൈപ്പറമ്പത്ത്, സിന്ധു ടീച്ചർ എന്നിവരും സംസാരിച്ചു. KG സുനിൽകുമാർ അധ്യക്ഷനായി. സെക്രട്ടറി PB ഹരിലാൽ സ്വാഗതവും സിബി നെടിയിരുപ്പിൽ നന്ദിയും പറഞ്ഞു. ചാഴൂർ ശ്രീനാരായണ ഹൈസ്കൂളിലെ PTA നേതൃത്വത്തിൽ അസുഖബാധിതരായ കുട്ടികൾക്ക് സമാഹരിച്ച ധനസഹായം വിതരണം ചെയ്തു. പുറത്തൂർ സ്വദേശിയായ അപ്പനാടത്ത് സത്യന്റെ മകൻ സന്ദീപിന് 43,000 രൂപയും ചാഴൂർ ചെത്തിക്കാട്ടിൽ അശോക് കുമാർ മകൻ അഖിലേഷിന് 1 ലക്ഷം രൂപയും ചാഴൂർ വാഴപ്പുരയ്ക്കൽ ഷാജു മകൻ ഷൈജുവിന് 43,000 രൂപയും നൽകി. PTA പ്രസിഡന്റ് KV ഇന്ദുലാൽ, പ്രധാനാധ്യാപിക KV സുമൻ ടീച്ചർ, MPTA പ്രസിഡന്റ് സജിത സുനിൽ, ബ്ലോക്ക് അംഗം ജ്യോതി കനകരാജ്, അധ്യാപകരായ സബിത, സുജാത, KV അബ്ദുൽ ഖാദർ തുടങ്ങിയവർ വീടുകളിലെത്തിയാണ് ധനസഹായം നൽകിയത്. നമ്മുടെ ഇതിനോട് സഹകരിക്കാൻ, നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അതിനോട് സഹകരിക്കാനുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. കിട്ടിയ പണത്തിൽ നമ്മൾ ആ ഒരു അസുഖത്തിന്റെ ഒരു ഗൗരവം ഒക്കെ അതിനനുസരിച്ച് നമ്മൾ നന്നായി വിഭജിച്ചിട്ടാണ് നൽകുന്നത്. ഇത് ചെക്കായിട്ടാണ് നൽകുന്നത്. പഴുവിൽ ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് തുടക്കം കുറിച്ച് കൊടിയേറ്റം നടന്നു. പള്ളി വികാരി ഫാദർ ആന്റണി ആലുക്ക തിരുനാൾ കൊടിയേറ്റം നടത്തി. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവാം മിശിഹാതൻ കാരുണ്യവും താരനാം ദൈവത്തിൻ സംപ്രീതിയും
പരിശുദ്ധാത്മാവിൻ 18-19 തീയതികളിലാണ് തിരുനാൾ. തിരുനാൾ ദിനം വരെ എല്ലാ ദിവസവും വൈകിട്ട് നൊവേന, ലതീഞ്ഞ്, കുർബാന, പ്രസംഗം, നേർച്ച വിതരണം എന്നിവ ഉണ്ടാകും. 18-ന് രാവിലെ കുർബാനയ്ക്ക് ശേഷം അമ്പ് വെഞ്ചരിച്ച് നൽകും. വൈകിട്ട് കൂട് തുറക്കൽ, പ്രദക്ഷിണം എന്നിവയും വിവിധ സമുദായങ്ങളുടെ അമ്പ് പള്ളിയിൽ എത്തിച്ചേരുകയും ചെയ്യും. ഞായറാഴ്ച തിരുനാൾ ദിവസം രാവിലെ പാട്ട് കുർബാനയും വൈകിട്ട് കുർബാനയും തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടാകും. ഒരു ഇടവേള.